നിക്കോദെമോസ് ഈശോയെ കാണാനായിട്ട് വരികയാണ്. ഈശോ അവനോട് പറയുകയാണ്, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഒരു മനുഷ്യന് വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ഈശോ പറയുകയാണ്, ഇവിടെ നിന്ന് ഒന്നേന്ന് തുടങ്ങണം. ഒരാൾക്ക് ദൈവാനുഭവം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ പഴയ ജീവിതത്തിന്റെ പിന്നാലെ പോകാനുള്ളതല്ല. എവിടെ നിന്നാണ് ദൈവാനുഭവം ലഭിച്ചത് അവിടെ നിന്ന് ഒരു പുതിയ ജീവിതം ആരംഭിക്കുക എന്നുള്ളതാണ്. നമ്മൾ പൗലോസ്ലിയുടെ ജീവിതം നമ്മൾ കാണുന്നുണ്ട്. എവിടെ നിന്നാണ് പൗലോസ്ലിയയ്ക്ക് ഒരു ദൈവാനുഭവം ലഭിച്ചത്? പിന്നീട് പൗലോസ്ലിയ തിരിഞ്ഞു നോക്കുന്നില്ലേ? എന്നിട്ട് പൗലോസ്ലിയ പറയുകയാണ്, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പൗലോസ്ലിയ പറയുകയാണ്, എന്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ ഓടുന്നു. അഗസ്തീനോസിന്റെ ജീവിതം നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു 10-16 വർഷക്കാലം തെറ്റായ ഒരു ചിന്താഗതിയുടെ പിന്നാലെ നടന്നിരുന്ന ഒരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ മാനസാന്തരപ്പെട്ട് ദൈവത്തിന് പിന്നാലെ വരുമ്പോൾ പിന്നീട് ഒരു പുതിയ ജനനമാണ് അവിടെ, അല്ലെ? പുതിയ ജനനം. ഈജിപ്തിലെ വിശുദ്ധ മറിയത്തെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. 10-17 വർഷം പാപകരമായിട്ടുള്ള ജീവിതത്തിൽ നടന്ന് ലോകത്തിൻ്റെതായിട്ടുള്ള സുഖ സൗകര്യങ്ങളിൽ മുഴുകി നടന്ന ഒരു മറിയം പിന്നീട് ദൈവത്തെ കണ്ടെത്തി കഴിയുമ്പോൾ, ദൈവാനുഭവം ലഭിച്ചു കഴിയുമ്പോൾ പിന്നീട് പഴയ വഴികളിലല്ല, ഒരു പുതിയ ജനനത്തിലൂടെ ഈശോയുടെ പിന്നാലെ യാത്രയാവുകയാണ്. ഇന്നത്തെ സുവിശേഷത്തില് ഈശോ നിക്കോദെമോസിനോട് പറയുകയാണ്, ഒരുവൻ വീണ്ടും ജനിക്കണം, എന്നാലാണ് അവന് ദൈവരാജ്യം സ്വന്തമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്നത്തെ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും പാപകരമായിട്ടുള്ള വഴികളിലൂടെ നമ്മൾ നടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഉപേക്ഷിച്ച് ഒരു റീസ്റ്റാർട്ട് എന്നൊക്കെ പറയില്ല, നമ്മൾ എന്ന് പറയുന്ന പോലെ ഒരു റീബർത്തിന് നമുക്ക് പരിശ്രമിക്കാം. പുതിയൊരു മനുഷ്യനായിട്ട് ഈശോയുടെ പിന്നാലെ നടക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.